മുറപ്പെണ്ണ്. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 46. എൻ്റെ ചുമ്മു, അങ്ങാടി തോറ്റേൻ അമ്മയോടെന്ന് പറഞ്ഞതുപോലെയാ നിന്റെ കാര്യങ്ങൾ. നീ എന്തിനാടി പുല്ലേ എന്നോട് ദേഷ്യപ്പെടുന്നേ? രാത്രി കിടക്കുന്നതിന് മുൻപ് ചുമ്മുവിൻ്റെ മൂഡ് ഓഫിൻ്റെ കാരണം ചോദിക്കാൻ പോയ പങ്കുവിന് കണ്ണു പൊട്ടുന്ന വഴക്കായിരുന്നു അവളിൽ നിന്ന് കിട്ടിയ മറുപടി. എടി, ഒന്നുമില്ലേലും ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേടി, എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ. ചെക്കൻ അവൾക്കരികിലായി ചെന്ന് കിടന്നു. സാവിത്രി മാമിയുടെ തീരുമാനം ചുമ്മുവിനെ വല്ലാതെ കുഴപ്പിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടായിരുന്നു ചുമ്മുവിനോടുള്ള പങ്കുവിൻ്റെ സംസാരം പോലും. ദേ ചെക്ക, ഉറക്കം വരുന്നെങ്കിൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടിയെടുത്ത് എൻ്റെ മുറിയിൽ നിന്നും പുറത്തെറിയും. കട്ടിലിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് തന്നെ പെണ്ണ് ആക്രോശിച്ചു. എടി, ശരിക്കും പറഞ്ഞ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? കണ്ണേട്ടനുമായിട്ടുള്ള കല്യാണം തെന്നിപ്പോണം, അതല്ലേ? അവൻ ഇത്തിരി കൂടി അവൾ കരിയിലേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് വളരെ തന്ത്രപരമായി ചോദിച്ചു. അവനിൽ നിന്നും എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്ന പ്രതീക്ഷ മുളച്ചതിനാലാവാം ചുമ്മു പൊടുന്നനെ മുഖമുയർത്തി അരികിൽ കിടന്നവനെ തലചരിച്ചു നോക്കിയത്. നീ ഒന്നാലോചിച്ചേ, എന്താണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും നിന്നെ ഈ വീട്ടുകാർ പുറത്തുള്ള ഒരുത്തന് കല്യാണം കഴിച്ചു കൊടുക്കുകയില്ല, അതുറപ്പുള്ള കാര്യമാണ്. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വളരെ ഗൗരവപരമായി സംസാരം തുടങ്ങി. അതുകൊണ്ട് ചുമ്മുവും ബെഡിൽ ചമ്രം പടഞ്ഞിരുന്നു. എന്നിട്ട് അവനെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ എന്നെ കേട്ടാൽ മതി. പങ്കു വീണ്ടും ഇത്തിരി ഗൗരവത്തിൽ മുഖം മുറുക്കി. എന്താണേലും പറഞ്ഞു തൊലയ്ക്കടാ. പെണ്ണ് അപ്പോഴേക്കും ജാൻസി റാണിയായി. അതായത് ചുമ്മു, നീ ഇപ്പോൾ തൽക്കാലം സാവിത്രി പറഞ്ഞത് അങ്ങനുസരിക്കുക. പങ്കു പറഞ്ഞു നിർത്തിയില്ല. അതിനു മുന്നേ തന്നെ ചുമ്മു അവൻ്റെ മുതുക് പള്ളിപ്പറമ്പാക്കി. എടാ കോപ്പേ, ആദ്യം ഞാൻ പറയുന്നത് മൊത്തം ഒന്ന് കേക്കടി, അത് കഴിഞ്ഞ് എന്നെ എന്തേലും ചെയ്തോ? അവൻ പുറം തിരുമ്മിക്കൊണ്ടൊന്ന് ഇളകിയിരുന്നു. നീ പറഞ്ഞിടത്തോളം മതി. നിന്റെ ചേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കണം, അത് തന്നെയല്ലേ നീയും പറഞ്ഞു വരുന്നത്? പെണ്ണ് ദേഷ്യത്തോടെ ചീറി. ഇതാ നിന്റെ കുഴപ്പം. ഞാൻ പറയുന്നത് മൊത്തം കേട്ടാൽ മാത്രമല്ലേ നിനക്കിതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂ. ചെക്കൻ തഞ്ചത്തിൽ വീണ്ടും അവൾക്കരികിലേക്ക് ഇത്തിരി നീങ്ങിയിരുന്നു. ചുമ്മു അവനെ കേൾക്കാൻ എന്നവണ്ണം അത്ര താല്പര്യമില്ലാതെ തന്നെ ചെക്കനെ ഉറ്റുനോക്കി. എന്തായാലും നിന്നെ ഇവിടുത്തുകാർ പിടിച്ചു കെട്ടിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയ എന്നത് മാത്രമാണ്. ഇവിടുള്ളവരെ വിട്ട് നീ ആ പണി ഒരിക്കലും ചെയ്യുകയില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നിരിക്കട്ടെ, നീ ഏത് ഗോകർണത്ത് പോയി ഒളിച്ചിരുന്നാലും ഈ പറയുന്ന കണ്ണേട്ടനും ബാക്കിയുള്ള ഏട്ടന്മാരും കൂടെ നിന്നെ ഒറ്റ രാത്രി കൊണ്ട് പൊക്കുകയും ചെയ്യും. കണ്ണേട്ടനൊത്തുള്ള കല്യാണം നടത്തുകയും ചെയ്യും. അതുമല്ല, ഈ വീട്ടുകാരൻ നിന്നെ സെൻറ്റി അടിച്ചില്ലാതാക്കി കളയുകയും ചെയ്യും. അവൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും പങ്കുവിന് കാര്യങ്ങൾ വിവരിക്കുവാനും ഇത്തിരി താല്പര്യം കൂടി. കെട്ടിക്കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞ് നിനക്ക് വേണേൽ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ ചുമ്മു. അതാവുമ്പം ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. നീ ഇപ്പോൾ സാവിത്രി മാമ പറയുന്നത് പോലെ ഇപ്പോൾ തന്നെ കണ്ണേട്ടെ കെട്ടിയാലേ നിനക്ക് ഗുണങ്ങളേറെയാണ്. മനസ്സിൽ ഗൂഢമായി ഒന്ന് ചിരിച്ചിട്ട് അവനൊന്നും കൂടി അവൾക്കരികിലേക്ക് ചേർന്നിരുന്നു. എന്ത് ഗുണങ്ങൾ? ചുമ്മുവിൻ്റെ പുരികം സംശയത്താൽ വളഞ്ഞു പൊങ്ങി. 1, ഇപ്പോൾ തന്നെ കെട്ടുകഴിഞ്ഞാൽ 6 മാസത്തിന് മുന്നേ തന്നെ നീ ബന്ധത്തിൽ നിന്ന് ഫ്രീ ആവും. 2, നിന്നെ ഇനിയൊരു 2ാം കല്യാണം കഴിപ്പിക്കുന്നതിനുള്ള കാര്യത്തെക്കുറിച്ച് വീട്ടുകാരൊന്നും കൂടി ആലോചിക്കും. ഇനി 3, സാവിത്രി മാമിയുടെ സങ്കടത്തിനെ ഒരറുതി വരും. നിനക്കറിയാലോ, ഒരറ്റാക്ക് വന്നിരിക്കുന്ന ആളാ എൻ്റെ മാമി. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ശകുനിയുടെ വേഷം എടുത്തണിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കണ്ണുനീര് 2 തുള്ളി ഉണ്ടാക്കിയെടുത്ത് ചെക്കൻ. കാരണം കുറച്ചു നേരം മുൻപ് തൻ്റെ മുൻപിലിരുന്ന് പൊട്ടിക്കരഞ്ഞ സാവിത്രിയായിരുന്നു അവൻ്റെ മനസ്സിൽ.
താൻ പറഞ്ഞാൽ ചുമ്മു കേക്ക് എന്നൊരു അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നതിനാലാവാം ആ പാവം തന്നോട് വന്ന് കേണത് തന്നെ. ചുമ്മുവിനോട് ചെയ്യുന്നത് ചതിയാണ്. എന്നാലും മാമിയുടെ സങ്കടവും ആരോഗ്യസ്ഥിതിയും ഒക്കെ ആലോചിച്ചപ്പോൾ തനിക്ക് വാക്കു കൊടുക്കേണ്ടി വന്നു. എത്രയൊക്കെ ആണെങ്കിലും കല്യാണം കഴിഞ്ഞ ചുമ്മു തൻ്റെ ഏട്ടനെ തിരികെ സ്നേഹിക്കുക എന്നൊരു വിശ്വാസം തന്നിലും ഉണ്ടായിരുന്നു എന്നത് വേറൊരു സത്യം. അവൻ വേവുന്ന മനസ്സോടെ അടുത്തിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കി. ചുമ്മു ഒന്നും സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കണ്ടു. എടി, നീ എന്തായി ചിന്തിച്ചു കൂട്ടുന്നേ? നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവളിൽ നിന്ന് ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് കണ്ടതും പങ്കു അവളെ തട്ടി വിളിച്ചു. ഒരേ മനസ്സും രണ്ട് ശരീരവുമായി നടന്നവരല്ലേടാ നമ്മൾ. എനിക്കിട്ട് തന്നെ നീ അങ്ങ് പണിയാൻ നോക്കി അല്ലടാ പങ്കു മോനെ. ചെക്കൻ്റെ കഴുത്ത് കൈമടക്കിനുള്ളിൽ കയറ്റി പൂട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. എടി പൂതനെ, വിടടി കോപ്പെ, കഴുത്ത് വേനിക്കുന്നടി. പങ്കു അവളിൽ നിന്നും പിടിവിടുവിക്കുവാനായി കുതറി. പോടാ മോനെ. അപ്പോഴേക്കും അവനെയും കൊണ്ട് ഒന്ന് കരണം മറിഞ്ഞിരുന്നു പെണ്ണ്. എന്നിട്ട് രണ്ട് കാലും അപ്പുറവും ഇപ്പുറവും ഇട്ടുകൊണ്ട് അവൻ്റെ വയറിന് മുകളിൽ കയറിയിരുന്നവൾ. എടി സോറി എടി, മാമി മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റിയില്ലടി. അതുമല്ല കണ്ണേട്ടൻ വെറും പാവുമാടി. ഏട്ടൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നോട് ഇഷ്ടമാടി ആക്ക്. അതേട്ടൻ നിന്നോട് ഇന്നലെ തുറന്നു പറയുകയും ചെയ്തില്ലേ. ഇനി എന്തിനാ ചുമ്മു ആവശ്യമില്ലാത്ത ഈ ദേഷ്യവും പകയൊക്കെ? എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ നീ എൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് വരുന്നത്. ഒത്തിരി ആഗ്രഹിച്ചാടി ഞാനത്. പറ്റില്ലെന്ന് പറയല്ലേടി ചുമ്മു. എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നീ ഒന്ന് സമ്മതിക്കടി. അവളുടെ കൈകളുടെ ഒന്നും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കെഞ്ചുമ്പോൾ ചെക്കൻ്റെ രണ്ട് കണ്ണുകളിലും നീരുരുണ്ടു കൂടിയിരുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് 2 നിമിഷങ്ങൾ കൂടി ആ ഇരിപ്പ് അവൾ ഇരുന്നു. അമ്മേ. ഓഫീസിലേക്ക് പോകുവാനായി ഒരുങ്ങിയിറങ്ങി ചുമ്മു നേരെ പോയത് സാവിത്രിയുടെ മുറിയിലേക്കായിരുന്നു. കുളി കഴിഞ്ഞ് ഒരുങ്ങി റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങിയവർ തൻ്റെ മുറിയിലേക്ക് വന്ന ചുമ്മുവിനെ കണ്ടതും ഒരു നിമിഷം നിന്നു. എന്താ മോളെ? അവർ സാരിത്തുമ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചിട്ട് മകളെ നോക്കി നേർമയായി ചിരിച്ചു. എനിക്ക് സമ്മതം. സാവിത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചുമ്മു ഉറപ്പോടെ പറഞ്ഞു. എന്ത് സമ്മതം? അവർക്ക് കാര്യം പിടികിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മകളുടെ നേർക്ക് നെറ്റി ചൊളിച്ചുകൊണ്ടൊരു നോട്ടം നോക്കി. കണ്ണേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. അവൾ ഇത്തിരി കൂടി വിശദമായി പറഞ്ഞു കൊടുത്തു. അത് നിനക്ക് പണ്ടേ സമ്മതമായിരുന്നല്ലോ. സാവിത്രി അവളെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. അതല്ലമ്മേ, അമ്മ പറയുന്ന ഏത് മുഹൂർത്തത്തിലും കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ വളരെ ഗൗരവത്തോടെ തന്നെ അറിയിച്ചു. സത്യമാണോ മോളെ നീ പറയുന്നേ? അവർക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. സന്തോഷം കൊണ്ട് സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാനൊരു കാര്യം വെറുതെ പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പെണ്ണിൻ്റെ മുഖത്ത് അതിയായ പരിഭവം തിങ്ങി നിറഞ്ഞു. ഇല്ല, എൻ്റെ മോൾ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. അമ്മയ്ക്കിപ്പോൾ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ചുമ്മുവിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തിട്ട് അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവർ വിതുമ്പി കരഞ്ഞു പോയിരുന്നു. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ. ഞാൻ വാക്കു പാലിച്ചു കേട്ടോ പിള്ളേരെ. ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് വൈകിട്ടത്തേക്ക് ഒരു എക്സ്ട്രാ പാട്ട് തരാമെന്ന് കേട്ടോ. അപ്പം നിങ്ങൾ സ്റ്റോറിയുടെ റിവ്യൂസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിട്ട് പോകണം. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. ഗുഡ് നൈറ്റ്.